ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പൊന്നൂട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. പൊന്നൂട്ടി നല്ല ഉറക്കമാണ്. ഉറങ്ങി എണീറ്റായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നൂട്ടി കുറച്ച് അഭിനയവും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നൂട്ടി രാവിലെ എണീക്കുകയാണ്. എണീറ്റിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. എപ്പോഴും ഇതുപോലൊന്നും അല്ല, ഒരു 10-15 വട്ടം വിളിച്ചാലേ പൊന്നൂട്ടി എണീക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഹാളിൽ സോഫയിൽ വെക്കും. അവിടെ ഇരിക്കും കുറേ നേരം. പിന്നെയൊക്കെയാണ് പൊന്നൂട്ടി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവുന്നത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണൊക്കെ കണ്ടതുകൊണ്ട് നേരെ ബാത്റൂമിലൊക്കെ പോവുകയാണ്. ബാത്റൂമിലൊക്കെ പോയാലും ഞാൻ തന്നെയാണ് അവളെ കുളിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ തന്നെ കയറി പോകണുണ്ട്. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളെ നമുക്ക് പൊന്നൂട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, അമ്മ പറയുന്നതെല്ലാം കേൾക്കണം, ഫുഡൊക്കെ കഴിക്കണം, ഫുഡ് കഴിച്ചില്ലെങ്കിൽ മോശമാണ്, ആൾക്കാർ കണ്ടിട്ട് കളിയാക്കും, അയ്യേ പൊന്നൂട്ടി ഒന്നും കഴിക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ പൊന്നൂട്ടിയെ ഫ്രഷായിട്ടൊക്കെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കുവാണ്. വെള്ളം എന്ന് രാവിലെ കുടിക്കും കേട്ടോ, ആ ഒരു കാര്യം ഇന്ന് കറക്റ്റാണ് ചെയ്യുന്നത്. വെള്ളമൊക്കെ കുടിക്കും. അത് കഴിഞ്ഞ് അമ്മൂമ്മേരുടെ അടുത്തോട്ട് പോവുകയാണ് ഗുഡ് മോർണിംഗ് പറയാൻ. അത് തോന്നുന്നെങ്കിലേ ഉള്ളൂ. നല്ല മൂടാണെങ്കിൽ ചെന്ന് ഗുഡ് മോർണിംഗ് പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. ഇന്ന് അമ്മൂമ്മേരുടെ അടുത്ത് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര തിരക്കാണ്, സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടികളാണ്. അമ്മൂമ്മ പറഞ്ഞ് ഇന്ന് 1-ാം തീയതിയാണ്, അമ്മൂമ്മ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല, തല കുളിച്ചിട്ടില്ല. പിന്നെ അവൾ വിളക്കിലൊന്നും തൊടുന്നതൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അവളെ ഞാൻ അല്ലെങ്കിലും രാവിലെ സ്കൂളിൽ വിടുമ്പോൾ തല കുളിപ്പിക്കാറില്ല. അവിടെ അസംബ്ലിക്കൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഒട്ടും വയ്യാണ്ടാവും. അതുകൊണ്ടിപ്പം കഴിഞ്ഞ വർഷമൊക്കെ തല കുളിപ്പിക്കുമായിരുന്നു, ഇപ്പം തല കുളിപ്പിക്കാതെയാണ് വിടുന്നത്. ഇനി പൊന്നൂട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുവാണ്. അത് പൊന്നൂട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫുഡ് ഫ്രണ്ടിലിരിക്കുന്നതിൻ്റെ ആ ഒരു 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 ഇതുണ്ടല്ലോ, അത് കണ്ട തീരെ താല്പര്യമില്ലാതെ ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും എൻ്റെ പൊന്നുമോളൊക്കെയാണ് കേട്ടോ. അവൾക്ക് വീട്ടിലൊന്നും വലിയ കുരുത്തക്കേടൊന്നുമില്ല, പറഞ്ഞാലൊക്കെ അനുസരിക്കും. പഠിക്കാനും വലിയ മടിയൊന്നുമില്ല, എഴുതാനും വലിയ മടിയൊന്നുമില്ല. പക്ഷേ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ പൊന്നൂട്ടിയെ എന്നും അവൾക്കിവിടെ ഫുഡ് കൊടുക്കുമ്പോൾ എന്നും ഇവിടെ വഴക്ക് ഓടിയാണ്. എൻ്റെ സൗണ്ട് നല്ല അടച്ചിരിക്കുകയാണ് കേസ്, എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് ചെയ്യുന്നതാണ്. അതൊക്കെ ഫുഡൊക്കെ പിന്നെ ഒരുവിധം ഞാൻ വാരി കൊടുത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി സോക്സ് ഇടുവാണ്. അവിടെ നിന്ന് എന്തൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്തോ അമ്മ ഫുഡ് കഴിക്കാത്തതിന് എന്തോ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് ആ മുഖം അങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തന്നെയാണ് കൊണ്ടാക്കാറുള്ളത്. അങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. 9 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ പൊന്നൂട്ടിയുടെ ഫ്രണ്ട്സൊക്കെയാണ് ഈ പോണത്, LKG UKG കാരൊക്കെയാണ്. 9 മണിയാകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പൊന്നൂട്ടിയെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നൊരു ബ്ലാക്ക് കോഫി കുടിക്കാമെന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസമാവുമല്ലോ ചൂടെന്നും പറഞ്ഞ് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് TV ഒക്കെ കണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ ജോലിയുണ്ട്, തുണി കഴുകാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇന്ന് പിന്നെ പൊന്നൂട്ടിയുടെ വ്ളോഗായതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അങ്ങനെ വൈകിട്ട് 3 മണിയായി. 3 മണി വരെയാണ് പൊന്നൂട്ടിക്ക് സ്കൂളുള്ളത്. ഞാൻ പൊന്നൂട്ടിയെ വിളിക്കാൻ പോയി, തിരിച്ച് വിളിച്ചുകൊണ്ട് വരുവാണ്. ഇപ്പോൾ അവളെ ഫ്രണ്ട്സ് പോകണമുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. വീട്ടിൽ വന്ന് ഇനി എന്നുള്ളതാണ്, വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മേരുടെ അടുത്തോട്ട് ഓടിച്ചെല്ലും. ഇനി അവളെ കുളിപ്പിക്കണം, ഫുഡ് എന്തെങ്കിലും കൊടുക്കണം. ചോറായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചോറ് കൊടുക്കും. ഇന്നിനി ചോറ് കഴിക്കുമെന്ന് അറിയില്ല, ചോറ് കൊടുക്കണം. ഓക്കെ ഗേസ്, അങ്ങനെ പൊന്നൂട്ടി കുളിയൊക്കെ കഴിഞ്ഞു. ചോറ് കഴിച്ചില്ല, ഇന്ന് ന്യൂഡിൽസ് മതിയെന്ന് പറഞ്ഞ് ന്യൂഡിൽസൊക്കെ കഴിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം എഴുതാതിരിക്കുകയാണ്. ഇവിടെ വീട്ടിൽ എഴുതുന്ന ഒരു ബുക്കിനകത്ത് ലൈൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് ABCD, അത് മലയാളം എഴുതത്തില്ല. ആയൊക്കെ എഴുതാൻ ഇത്തിരി പാടുണ്ടല്ലോ, അതുകൊണ്ട് അത് എഴുതത്തേ ഇല്ല. ഈ കാണുന്നത് എന്നും ഇവിടെ ഒരു കൂടാരം ഉണ്ടാക്കും, വീടുണ്ടാക്കും. 5-6 കസേരയൊക്കെ എടുത്തിട്ടിട്ട് അവളെ വീടാണെന്നും പറഞ്ഞ് ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ടാക്കും. അതിനകത്തിരിക്കുകയാണ്. സമയം 6-6:30 മണിയായി. അമ്മ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് മണി എടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തിലെ പോറ്റിയാണെന്നും പറഞ്ഞ് കിലുക്കിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, എന്നിട്ട് കൂവും. അപ്പോൾ കൂവുന്ന കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചത് എന്തോ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അമ്മൂമ്മമാർ കൂവത്തില്ലേന്ന് ചോദിച്ചു. കുരവ ഇടുന്നതാണ് സാർ ഉദ്ദേശിച്ചത്. എന്നും ഉള്ളതാണ്. വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ഇവിടെ കുരവ ഇടക്കും, മണിയടിയും. അങ്ങനെ ഇന്നിപ്പോൾ അധികം കാണിച്ചില്ല, കാരണം ഒരു ചമ്മലുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ചമ്മലുണ്ടായതുകൊണ്ട് അധികം കാണിച്ചില്ല. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. 6:30-6:45 മണിയായി. പൊന്നൂട്ടി പ്രാർത്ഥിക്കുവാണോ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ എന്നറിയത്തില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് വന്ന് വിളക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും വിളക്ക് കത്തിക്കാൻ നേരം. പിന്നെ ചിലപ്പോൾ അമ്മ നാമം ജപിക്കുമ്പോൾ അമ്മയുടെ കൂടെ ചെന്നിരിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് TV ഒക്കെ കണ്ട് 8 മണിയായി. ചോറ് കൊടുക്കുവായിരുന്നു. സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന്
ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നൂഡിൽസ് ആയിരുന്നു കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രി ചോറ് കൊടുക്കാം. അങ്ങനെ ഇപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ ആ മോൻ കണ്ടോ, അതൊക്കെ കഴിഞ്ഞ് 9-9:30 മണിയാകുമ്പോൾ സാറ് ഉറങ്ങാൻ പോകും. ഈ സ്കൂട്ടറിലാണ് ഉറങ്ങാൻ പോണത്. ഞാനത് മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൊന്നൂട്ടിയുടെ ഡെയിലി റൊട്ടീൻ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. If you're reading this now, odds are I've already left town. A few cities in between, the new skyline